അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് തൻ്റെ ദൈവമാണെന്ന്. ഹലോ. എന്താണ് മോളെ പതിവില്ലാതൊരു ഹലോയും പിന്നെ ദേ ഒരു വളിച്ച ചിരിയും? അല്ല, എന്താ ഉദ്ദേശം? അതെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നിന്റെ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കടി കിട്ടാനുള്ള എന്തോ പണി കാണുന്നു. ശേ, അതെന്താടാ അങ്ങനൊരു ടോക്ക്? തൽക്കാലം ഞാൻ അങ്ങനെ ടോക്കൂ. അല്ല, 24 hours നിന്റെ കൂടെ ഒരു വാലുണ്ടായിരുന്നല്ലോ, അവനെവിടെ? എന്തേ അവൻ നിനക്ക് ഹെൽപ്പ് ചെയ്ത് തരത്തില്ലേ? ദേ, എൻ്റെ ചെറുക്കനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നിന്റെ പേട്ട് തല ഞാനങ്ങ് തല്ലി പൊട്ടിക്കും. ഹോ, എൻ്റെ പൊന്നു മോളെ, നിന്നോട് ഞാൻ ഒന്നിനുമില്ല, നീ ഒന്ന് പോയി തന്നാൽ മതി. ഹേയ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് അർജൻറ്റായിട്ട് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ആണോ? എന്നാലേ നീ നിന്റെ സച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എനിക്ക് വേറെ പണിയുണ്ട്. ദേ, ഇത്ര നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഇനി പൊന്നുമോൻ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. ഓ പിന്നെ, നീ എന്നെ ഒലത്തും, ഒന്ന് പോയേടി. ഓഹോ, എന്നാ പിന്നെ നിന്റെ ആ രഞ്ജുവിൻ്റെ സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ മൊത്തം ഫ്ലാഷ് ആക്കും. ഏത് രഞ്ജു? എന്ത് ഫ്ലാഷ് ആക്കുമെന്ന്? എടാ പൊന്നുമോനെ, നീ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. നീ കമ്മിറ്റഡ് ആണെന്നേ എനിക്ക് പണ്ടേ അറിയാവുന്നതാ. ദേ പ്രിയ, നീ വെറുതെ അനാവശ്യം പറയരുത്, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നുമില്ല. നിനക്ക് തെളിവ് വേണോ? ഓ, ഈ നാശം പിടിച്ചവള് സമ്മതിക്കത്തില്ല. കിണിക്കണ്ട, എല്ലാം അറിയാമെന്ന് മനസ്സിലായി. എന്ത് ഹെൽപ്പാ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാടാൻ മോനെ. പിന്നെ എന്നോട് കളിക്കാൻ നിന്നാലുണ്ടല്ലോ പണി ഞാൻ പാലും വെള്ളത്തിൽ തരും. ഓ, പൊങ്ങിയത് മതി. അല്ല, ഞങ്ങൾ ഇത്രയും സീക്രട്ടായിട്ട് വെച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? അതോ, ഡാൻസ് ക്ലാസ്സിൽ നിന്റെ ഷോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നീ ഇവിടെ ആരെയും ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പം പിന്നെ അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നിന്നെ ഒന്ന് ഫോളോ ചെയ്തു. സാമദ്രോഹി. എന്താടാ മോനെ, മൈൻഡിൽ തെറി വിളിക്കുവാണോ? ഓ, ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, നീ ഇതാരോടും പറയല്ലേ. നിനക്ക് വേണമെങ്കിലേ നേരത്തെ പറഞ്ഞ ആ ഹെൽപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തു തരാം. എന്നാ ഓക്കെ. എടി, നീ എന്നെ ഒറ്റിക്കൊടുക്കൊന്നും ചെയ്തേക്കല്ലേ. അവർക്ക് 2 തടിമാടന്മാരായിട്ടുള്ള ചേട്ടന്മാരുള്ളതാ, അവരുടെ എങ്ങാനും കയ്യിൽ എന്നെ കിട്ടിയാലുണ്ടല്ലോ എൻ്റെ പൊടി പോലും പിന്നെ കാണത്തില്ല. സോ എൻ്റെ തടി ചീത്തയാക്കരുത്. അങ്ങനാണെന്നുണ്ടെങ്കിൽ നീ എന്നെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഓ, അത് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞല്ലോ. ഗുഡ് ബോയ്. അല്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു തരാം. അയ്യടി മനമേ, ഇതിനൊന്നും എന്നെ കിട്ടില്ല. നീ ചെയ്യില്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ നിന്റെ കാര്യം രഞ്ജുവിന്റെ ഏട്ടന്മാര് നോക്കിക്കോളും. ഹോ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എന്തിന്റെ കേടാടി? അല്ല, നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ അതവനോട് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ, എന്നെ എന്തിനാ ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചഴക്കുന്നത്? അതിന് എനിക്കവനോട് ഇഷ്ടമൊന്നുമില്ലല്ലോ. ഓ, അങ്ങനാണോ? അതെ. അല്ല, അങ്ങനാണെങ്കിലേ സൗമ്യ അവനും സെറ്റായ നിനക്കെന്താ പ്രശ്നം? അത് പിന്നെ എനിക്കവളെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഓ, അങ്ങനെ. അല്ല, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആവുന്നത്? അതുമല്ല, നമ്മളെന്തിനാ അവനെ ജലസടിപ്പിക്കാൻ നോക്കുന്നത്? അത് പിന്നെ ഏത് പിന്നെ? ദേ, നീ കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന എന്തുവാണോ നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും, ഞാൻ പോയി രഞ്ജുവിൻ്റെ ചേട്ടന്മാരെ കാണുകയും ചെയ്യും. ഓ, അവരിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വലിച്ചഴക്കുന്നത്? അവരവിടെ ഇരുന്നോട്ടെ. അപ്പൊ പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നാളെ മുതലേ നിന്റെ ആക്ടിങ് അങ്ങ് തുടങ്ങിക്കോണം. ഓ, അപ്പോ നിനക്കവനെ ഇഷ്ടമായിരുന്നു? എന്തിഷ്ടം? എനിക്കങ്ങനൊന്നുമില്ല, ഞാനത് പറഞ്ഞതാണല്ലോ. അല്ല, പിന്നെ ആരെ കാണിക്കാനാ ഈ ആക്ടിങ്? അത് ഞാൻ പറഞ്ഞല്ലോ, അവൻ എന്നെ ഇഷ്ടമാണോന്ന് എനിക്കറിയണം, അത്രേ ഉള്ളൂ. ഓ, അതിന് മാത്രമാണോ? ചേടാ, ആണെന്നല്ലേടാ പറഞ്ഞത്. എന്തോ? എങ്ങനെ? അല്ല, നീ ആരോടെ അഭിനയിക്കുന്നത്? നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാനേ
നിന്റെ ഈ തൊലിഞ്ഞ ഐഡിയ തന്നെ എനിക്ക് ധാരാളമാണ്. ആ അതിന് എൻ്റെ ഐഡിയക്ക് എന്താ കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല. അടി വാങ്ങാൻ പോകുന്നത് നീയല്ലല്ലോ, ഞാനല്ലേ. അത് പിന്നെ എനിക്ക് വേറെ വഴി കിട്ടാത്തോണ്ടല്ലേ. ആര് പറഞ്ഞു വേറെ വഴിയില്ലെന്ന്? നീ അവനോട് ഡയറക്റ്റായിട്ട് ചെന്നൊരു ഐ ലവ് യു പറഞ്ഞാൽ അവൻ യെസ് പറയും. അത്രയും കാര്യമുള്ളൂ. അതിനാ നീ ഈ കുറുക്ക് വഴി നോക്കുന്നത്. ഓ എൻ്റെ പൊട്ട, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. അവനും ഞാനും തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറ് കൂടിയില്ല. അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അവസാനം അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോ? ഹോ, എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഓ, അപ്പോൾ നിനക്കവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ സമ്മതിച്ച്. എനിക്കത് മതി. അതിന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. മതി മതി, ഇനി നീ കൂടുതലുണ്ട് കളിക്കണ്ട. അല്ല, ഈ ആക്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ എന്തു ചെയ്യും? ഓ, ആ നാക്കെടുത്ത് വളയ്ക്കാതെടാ കാല. അത് പിന്നെ അങ്ങനൊരു ചാൻസ് ഇല്ലാതില്ലല്ലോ. ദേ, നീ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ നിൽക്കാതെ നിന്റെ പണി തുടങ്ങാൻ നോക്ക്. നീ പേടിച്ചാലും ഇല്ലെങ്കിലേ തല്ല് കൊള്ളാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. സോ എൻ്റെ ബോഡി പഞ്ചറാതെ പൊന്നുമോട് നോക്കണം. അത് പിന്നെ അതൊന്നും എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സച്ചി എന്തെങ്കിലും അറിയാതെ ചെയ്താൽ നീ എന്നെ ക്ഷമിച്ചേക്ക്. അത് നമ്മുടെ പയ്യനല്ലേ. ഓ, ഇപ്പം അങ്ങനായല്ലേ. അല്ല, നിനക്ക് ഈ ആക്ടിങ്ങിന് ഒരാളെ കിട്ടിയാൽ പോരെ? അതിന് ഞാൻ തന്നെ വേണോ നിർബന്ധമാണോ? നിനക്ക് നിന്റെ രഞ്ജുവിനെ വേണോ വേണ്ടയോ? അത് വേണം. ഞാനെപ്പോൾ ആക്ടിങ് തുടങ്ങണം? ഇത്രയായ സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കണ്ട, നാളെ തന്നെ തുടങ്ങിക്കോ. പിന്നെ എന്തൊക്കെ പറയണം ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു ഡൗട്ടേ, അല്ല ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കും എൻ്റെ രഞ്ജുവിനും ഒന്ന് സംസാരിക്കാനെങ്കിലും? അതൊക്കെ ഇത്രയും നാളെ ചെയ്തതുപോലെ പാത്തും പതിങ്ങി അങ്ങ് ചെയ്താൽ മതി. പിന്നെ എന്നും നീ അവളെ ലൈബ്രറി വെച്ച് കാണാറുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ സ്ഥിരം പഞ്ചാര സ്പോട്ടല്ലേ അത്? ഓ, എല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കുവാണല്ലേ. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെല്ലാം ഒന്ന് കണ്ടു വെച്ചേക്കണമല്ലോ, അത്രേ ഉള്ളൂ. എന്നാൽ ശരി, എല്ലാം പറഞ്ഞതുപോലെ. അപ്പം ഇത്രയും ദിവസം നടന്നതൊക്കെ അതിലെന്താ ഇത്ര സംശയം? എല്ലാം അവളുടെ പ്ലാനായിരുന്നു. ഓ, അപ്പോൾ അതിൻ്റെ അർത്ഥം നിനക്കവളോട്? എൻ്റെ പൊന്ന് ചെറുക്ക, എനിക്ക് അവളോട് ഒരു മണ്ണാങ്കട്ടയില്ല. അവൾ ഒറ്റൊരുത്തി കാരണം എൻ്റെ എത്ര ദിവസത്തെ മനസ്സമാധാനം പോയി നിനക്കറിയോ? ഡെയിലി എന്നെ ഫോൺ ചെയ്തിട്ട് രഞ്ജുവിൻ്റെ ഏട്ടന്മാരുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും. അതാണ് അവളുടെ ഹോബി. ചിരിച്ചോ ചിരിച്ചോ, അല്ലേലും എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഹോ, ചെകുത്താനും കടലിൽ നടുക്കുവിട്ടൊരവസ്ഥയായിരുന്നു. അപ്പം ഇത്രയും ദിവസം എൻ്റെ അവസ്ഥ ഇതായിരുന്നില്ലെന്നാണോ തൻ്റെ വിചാരം? ഏയ്, അതല്ലാന്ന് തൻ്റെ ഈ മുഖം കാണുമ്പോൾ തന്നെ ഏതൊരു പൊട്ടനും മനസ്സിലാവും. ഞങ്ങൾ കാരണം കുറേ സങ്കടപ്പെട്ടല്ലേ. ഇതിനെല്ലാം കാരണേ തൻ്റെ ദേവു തന്നെ. അവളോട് ഞാനൊരു 10,000 പ്രാവശ്യം പറഞ്ഞതാ തന്നോട് വന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ. പക്ഷേ എവിടുന്ന് കേൾക്കാൻ, അവക്ക് തന്നെ കൊണ്ട് തന്നെ പ്രപ്പോസ് ചെയ്യിക്കണമെന്ന് ഒടുക്കത്തെ വാശിയാ. പിന്നെ ഒരു പൊട്ടീര് കിട്ടിയാലെന്താ, അവൾ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ. പിന്നെ ഐ ആം സോറി വിവേക്, ഞാൻ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ. ഏയ്, അതിലൊരു പ്രോബ്ലം ഇല്ലടോ. തൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. താനെന്നാ അവളുടെ അടുത്തേക്ക് ചെല്ല്. അവക്കേ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയി. ഓ, അത് സാരമില്ല. അല്ലെങ്കിലും അവൾക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ഫ്ലോയ്ക്ക്. എന്നാ താൻ ചെല്ല്, അവൾ തന്നെ നോക്കിയിരിക്കുമായിരിക്കും. ഇനി എനിക്കും എൻ്റെ രഞ്ജുവിനും മനസ്സമാധാനത്തോടെ പ്രേമിക്കാമല്ലോ. അവൾ കാരണം കുറേ ബുദ്ധിമുട്ടിയല്ലേ?
കുറച്ചൊന്നും അല്ല മോനെ, ഇത്രയും ദിവസമേ ഞാൻ മുള്ളിൻ്റെ മേലെ കൂടെ നടന്നത്. ഒരു വശത്ത് അവളുടെ ഭീഷണി, മറുവശത്താണെങ്കിൽ താന്. ഹോ, അതിൻ്റെ ഇടയിൽ ഇവളെ ഒന്ന് നേരെ ചെവ്വെ കാണാൻ കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. ആ, താനെന്തായാലും തൻ്റെ ദേവുവിൻ്റെ അടുത്തോട്ട് ചെല്ല്. ഞങ്ങൾക്കേ കുറച്ച് പരിപാടിയുണ്ട്. ഇത്രയും ദിവസമേ തന്നെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലുവേ ഞങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് പ്രേമിച്ചോട്ടെ. ശരി എന്നാ, ബായ്. ആ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം അവൾ പിടിച്ച് തിന്നാൻ നോക്കിക്കോണം. അമ്മാതിരി അടിയാ താൻ അടിച്ചത്. ആ, ദേവു എന്തേ ആൻറ്റി? എൻ്റെ പൊന്നു മോനെ, മിസൈല് പോകുന്ന പോലെ റൂമിലേക്ക് പോയടാ. എന്താണെന്നറിയാൻ വേണ്ടി ഞാനും പുറകെ ചെന്നു. അപ്പോഴത്തേക്കും ഡോറ് ക്ലോസ് ചെയ്ത്. ഞാൻ വിളിച്ചിട്ടാണെങ്കിലോ തുറക്കുന്നതും ഇല്ല. അല്ല, നിങ്ങൾ തമ്മിൽ ഇനി പുതിയ വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ്, അങ്ങനൊന്നുമില്ല ആൻറ്റി. ഞാൻ പോയേ അവളോട് സംസാരിക്കട്ടെ. ആൻറ്റി പോയിട്ടേ ഞാൻ രണ്ട് ചായ ഇട്ടുകൊണ്ട് വാ. ശരി എന്നാ, ചെല്ല്. ദേവു, ദേവു, അനക്കൊന്നുമില്ലല്ലോ. ഷെടാ, ഇവളിനി കരയുമായിരിക്കോ? ഓ ഗോഡ്. ദേവു പ്ലീസ്, ദേവു ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്യടി. എടി, ഞാൻ അറിയാതെ തല്ലിപ്പോയതാ. ഐ ആം സോറി. നീ വേണമെങ്കിൽ എന്നെ ഒന്ന് തിരിച്ച് തല്ലിക്കോ. ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്യടി. ഈ പൊട്ടനെന്താ ഭ്രാന്തായോ? എനിക്കവിടെ സന്തോഷം കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. ഓ, എൻ്റെ സച്ചി എന്നെ പ്രപ്പോസ് ചെയ്തു. ദേവു, നീ തുറക്കുന്നുണ്ടോ? എനിക്ക് വയ്യ. ഇനി വേണം ആ സൗമ്യക്കിട്ട് രണ്ട് കൊടുക്കാൻ. എന്തൊക്കെ ഡയലോഗായിരുന്നു അവൾക്ക്. ഇനി അവൾ എൻ്റെ സച്ചിയുടെ അടുത്ത് വരട്ടെ, ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഓ, പറഞ്ഞതുപോലെ നിഖിലിനൊരു ട്രീറ്റ് കൊടുക്കണം. ഓർത്തിട്ട് എന്നെ കുളിര് കോരുന്നു. എടി, ഇനി നീ തുറന്നില്ലെങ്കിൽ ഈ ഡോർ ഞാൻ ചവിട്ടി പൊളിക്കും. ഓ, ഇവൻ കുറച്ച് വെയിറ്റ് ഇടാം അല്ലേ? ദേവു, എന്താ? ഓ, കലിപ്പിലാണല്ലേ. അല്ല, നീ എന്തിനാ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത്? അതെന്താ, എനിക്ക് എൻ്റെ ഡോർ ലോക്ക് ചെയ്യാനും പാടില്ലേ? അല്ല, സാധാരണ ഇത് പതിവുള്ളതല്ലല്ലോ. ഇനി പതിവിന് വിപരീതമായിട്ട് അങ്ങനെ പലതും നടക്കും. പിന്നെ ഇനിയും നീ എൻ്റെ നിഖിലിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ ഇന്നത്തെ പോലെ ഞാൻ വെറുതെ ഇരിക്കും നീ വിചാരിക്കണ്ട. ഓ, ഭീഷണി. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞതിനുള്ള റിപ്ലൈ എപ്പോൾ തരും? റിപ്ലൈയോ? എന്തിൻ്റെ? അത് കൊള്ളാം. കുറച്ച് മുമ്പല്ലേ പൊന്നുമോളോട് ഞാൻ എൻ്റെ ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞത്. സോ അതിനുള്ള റിപ്ലൈ എനിക്ക് വേണം. ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ സച്ചിക്ക് എവിടുന്നാ ദൈവമേ ഇത്രയും ധൈര്യം? ഹലോ, എനിക്കുള്ള റിപ്ലൈ എപ്പോൾ കിട്ടും? അത് കിട്ടിയിട്ട് വേണം നമ്മുടെ മാരേജിനുള്ള ഡേറ്റ് എടുക്കാനും. വാട്ട്, മാരേജോ? ഓ, ഒരാക്ടിങ് കൊണ്ട് ഇതിപ്പോൾ ലാഭമായല്ലോ. എന്താടി, ആ നിഖിലിനേക്കാൾ ബെറ്റർ അല്ലേ ഞാൻ? ഓ, ഇവൻ ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഒന്ന് വട്ടാക്കാം. അതെ, നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. എന്ത്? നിന്റെ ആ മുറച്ചിറക്കനുണ്ടല്ലോ, ആ നിഖില്, അവനേക്കാൾ ബെറ്റർ അല്ലേ ഈ സച്ചിനെന്ന്? എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കറിയാന്നല്ലേ എനിക്ക് നിഖിലിനെ ഇഷ്ടമാണെന്ന്. ഓ, അപ്പോൾ എന്നെ നിനക്ക് വേണ്ടെന്ന്? അത് പിന്നെ നിന്നെ ഞാനൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു ലൈഫ് പാർട്ട്ണറൊക്കെ ആയിട്ട് കാണാൻ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അങ്ങനാണല്ലേ. ഇറ്റ്സ് ഓക്കെ. ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കെന്തായാലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ആ സൗമ്യ നോക്കാമല്ലോ. സൗമ്യയോ? പിന്നല്ലാതെ.
അവൾക്ക് എന്തായാലും എന്നോടൊരു ചെറിയ താല്പര്യമുണ്ടല്ലോ. അതുമല്ല, ഈ അടുത്ത് അവൾ എന്നോട് അവൾക്കൊരു ചാൻസ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അവളങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ആ, അല്ല, അതൊരു ബെറ്റർ ഓപ്ഷൻ ആണല്ലോ. ദേ സച്ചി, എൻ്റെ അല്ലാതെ വേറൊരുത്തിയുടെ മുഖത്ത് നീ നോക്കുന്ന ഞാൻ കണ്ട. നിന്റെ ആ ഉണ്ട കണ്ണുണ്ടല്ലോ, അത് ഞാനും കുത്തിപ്പൊട്ടിക്കും. ഒരു സൗമ്യ വന്നേക്കുന്നു. ഷേടാ, നിന്റെ ഇഷ്ടത്തിന് നിനക്ക് നിഖിലിനെ സ്നേഹിക്കാമെങ്കിൽ എനിക്ക് സൗമ്യ സ്നേഹിച്ചൂടെ? അയ്യോടാ, അങ്ങനെ നീ കണ്ടവളുമാരെ സ്നേഹിച്ച് നടക്കണ്ട. അത് ഞാനിവിടെ ഉള്ളപ്പോൾ. ഓ, അങ്ങനെ. അല്ല, പക്ഷെ നീ ഫ്രീ അല്ലല്ലോ. നിനക്ക് അവനെയല്ലേ ഇഷ്ടം? ഓ, എൻ്റെ ഐഡിയ തന്നെ എനിക്ക് പാരയാവുകയാണല്ലോ. എന്താ ദേവു, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഫ്യൂച്ചറിൽ നീ നിഖിലിനെ കല്യാണം കഴിച്ചു പോവും. പിന്നെ ഞാൻ തനിച്ചല്ലേ. അപ്പോൾ പിന്നെ എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? സൗമ്യക്കാകുമ്പം എന്നെ നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ഓ, ഒന്ന് നിർത്ത സച്ചി. കുറെ നിഖില് സൗമ്യം. എനിക്ക് നിഖിലിനോട് അങ്ങനെ ഒരു ഇഷ്ടമോ ഒരു മണം കെട്ടയില്ല. നിന്നെ കൊണ്ടുണ്ടല്ലോ എന്നെ ഇഷ്ടമാണെന്ന് പറയിക്കാൻ വേണ്ടി ഞാൻ അവനെ കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യിച്ചതാ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കുന്തവും ഇല്ല. അല്ല, എനിക്കിതൊന്നും അറിയില്ലെന്നാണോ നിന്റെ വിചാരം? അപ്പോ നിനക്ക് നിനക്ക് ബോധമില്ലെന്നും പറഞ്ഞ് അവനും അതുപോലെ ആണോന്നുണ്ടോ? എല്ലാം കൈവിട്ടു എന്ന് ഉറപ്പായപ്പോൾ അവൻ വന്ന് സത്യം പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. പറഞ്ഞല്ലേ, അത് പിന്നെ. അയ്യോ, ഇനി കൂടുതലൊന്നും വിശദീകരിക്കണമെന്നില്ല. അറിയാനുള്ളതൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആ, അതില്ല. ആ, പല്ല് വേദനിക്കുന്നു. ഒരുപാട് വേദനിക്കുന്നോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അടിച്ച മനുഷ്യൻ്റെ പല്ല് തെറിപ്പിച്ചതും പോരാ, വേദനിക്കുന്നോന്ന്. ഇല്ല, ഇതുപോലെ അടി കൊണ്ടാലേ നല്ല സുഖമായിരിക്കും. എന്തേ, എൻ്റെ മോൻ ടെസ്റ്റ് ചെയ്യുന്നോ? അത് വേണ്ട. ഞാൻ പിന്നെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അറിയാതെ അടിച്ചു പോയതല്ലേ. നീ അതങ്ങ് ക്ഷമിക്കൂ. എന്നാലും വല്ലാത്തൊരടിയായിപ്പോയി. ഓ, സോറി. വേദന ഒട്ടും കുറവില്ലെങ്കിൽ ഞാനൊരു മെഡിസിൻ തരാം. എന്ത് മെഡിസിൻ? ആ, അതൊക്കെ ഉണ്ട്. ആദ്യം നിനക്ക് മെഡിസിൻ വേണോ വേണ്ടയോ എന്ന് പറ. മെഡിസിൻ അല്ലേ? താ. ആ, എന്തു തരാം? മെഡിസിൻ തരാൻ നോക്കടാ ചെറുക്ക. അയ്യേ, ഇതങ്ങനെ കയ്യിലൊന്നും തരാൻ പാടില്ല. കയ്യിൽ തരാൻ പറ്റാത്ത മെഡിസിനോ? അതെ, ഇത് അങ്ങനൊരു മെഡിസിനാണ്. നമ്മളെ കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല. എന്തോന്നാടാ നീ പറയുന്നത്? ദേ, നിനക്ക് എൻ്റെ മെഡിസിൻ വേണോ വേണ്ടയോ? അത് വേണം. വേണമല്ലോ. എന്നാ പിന്നെ അടങ്ങി നിൽക്ക്. എന്താണ് മോനെ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം ചോദിച്ചാ, തൽക്കാലം ദേ ഇതാ ഉദ്ദേശം. ഇപ്പോൾ വേദന മാറിയോ? കുറച്ച്. ഓ, അപ്പോൾ ബാക്കി വേദന മാറ്റണോ? അങ്ങനെ ചോദിച്ചാ മാറ്റിയാ കൊള്ളാം. അയ്യടി, തൽക്കാലം ഇത്രയൊക്കെ മതി. അവളുടെ ഒരു മനസ്സിലിരിപ്പ് കണ്ടില്ലേ? ചികിത്സയൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങോട്ട് വരാവോ? ആൻറ്റിയോ? ആൻറ്റി എപ്പോൾ വന്ന്? ആൻറ്റി വന്നിട്ടേ കുറേ നേരമായി.
അത് പിന്നെ ഞങ്ങൾ വെറുതെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. അയ്യോ, എനിക്ക് വിശദീകരണം ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്കറിയാനുള്ളതെല്ലാം നീല് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ തൽക്കാലം ചായ കുടിക്കേ. ആ പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊന്നുമസ്താലം കാലിയാക്കിക്കോണം. ഹാ, ഞാനോ? അതേലോ, ഇനിയും നീ ഇവിടെ നിന്നാലേ പൊന്നുമോൻ ചിലപ്പോൾ പല മെഡിസിനും കൊടുക്കാൻ തോന്നും. തൽക്കാലം മാരേജ് കഴിഞ്ഞിട്ട് മതി ഈ മെഡിസിൻ കൊടുക്കലും വാങ്ങലും ഒക്കെ. നാറി. സച്ചി, എന്താ ആൻറ്റി? ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വീട്ടിൽ പോകാൻ നോക്കട ചെറുക്ക. ഓ, ആട്ടി ഇറക്കുവാണല്ലേ. ദേവു, നീ എഴുന്നേക്കുന്നുണ്ടോ? സച്ചി, ഒരു 10 മിനിറ്റ്സ് കൂടെ. പറ്റില്ല, മര്യാദക്ക് എഴുന്നേക്കടി. ഇവനെ കൊണ്ട് 1 കോഫി പ്ലീസ്. സൗകര്യമില്ല എന്ന് ഞാനല്ലേ കോഫി ഇടുന്നത്. സോ ഇന്ന് മോൾ അങ്ങിട്ടാ മതി. ഓ, ഈ അപ്പം എന്നോട് കണക്ക് പറയാൻ തുടങ്ങിയല്ലേ? അതും ഈ എന്നോട്. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും, നീ നോക്കിക്കോ. ദേ, ഈ അടവ് തൽക്കാലം നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. അവളുടെ പറച്ചിലേട്ടാ തോന്നുന്നു ഞാൻ അവളെ വിട്ടിട്ടാൻ കഷ്ടപ്പെടുത്തുവാണെന്ന്. നാട്ടുകാർക്കറിയില്ലല്ലോ ഈ വീടിനകത്ത് എന്താ നടക്കുന്നതെന്ന്. ഷെടാ, എന്ത് വാടാ ചെറുക്ക രാവിലെ തന്നെ കിടന്ന് ബഹളം വെക്കുന്നത്? ഓ, വക്കാലത്തിനുള്ള ആളെത്തിയോ? നീ എന്തിനാടാ രാവിലെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ നേരെ ചൂടാവുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ, ഞാൻ ചായ ഇടാൻ പറയുമായിരുന്നു. ഹാ, ചുമ്മാതാ അമ്മ, ഇവൻ എന്നെ വഴക്കു പറയുമായിരുന്നു. സച്ചി, ഹേയ്, നോ പ്രോബ്ലം. ചായയും കോഫിയും ഇപ്പം റെഡിയാക്കാം. അപ്പൊ എനിക്കുള്ള പാലോ? ഓ, ഇതിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പയുടെ മോന് പപ്പ പാല് തരാതിരിക്കുവോ? ആഹാ, എൻ്റെ വിച്ചൂട്ടൻ എന്താ ഇന്ന് നേരത്തെ എണീറ്റോ? എങ്ങനെ എഴുന്നേക്കാതിരിക്കും? ഇവൻ്റെ ബഹളവേ അങ്ങ് റൂം വരെ കേട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എണീറ്റത്. ഓ, അപ്പം അതും എൻ്റെ തലയിലായി. അല്ല, പപ്പ എന്തിനാ ഇത്രയും ബഹളം വെച്ചത്? ഏയ്, അതൊന്നുമില്ല വെച്ചോട്ടാ, പപ്പ ചുമ്മാ ബഹളം വെച്ചതാ. അച്ഛമ്മ പറഞ്ഞു പപ്പയ്ക്ക് 2 അടിയുടെ കുറവുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു. അല്ലേലും നിന്റെ അച്ഛമ്മയ്ക്ക് നിന്റെ മമ്മയെ കിട്ടിക്കഴിഞ്ഞാ ഞാൻ പുറമ്പോക്കാണല്ലോ. ഡാഡാ, നീ പോയി ചായ ഇടാൻ നോക്ക്. ഓ, അല്ലേലും ഞാൻ പോവുക. എൻ്റെ കഷ്ടപ്പാട് ആർക്കെങ്കിലും അറിയണോ? മാരേജിന് മുമ്പ് എന്നെ കൈവെള്ള വെച്ച് കൊണ്ടുവരുന്ന അമ്മയാ. എന്നിട്ട് അവൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയമ്മയും മരുമോളും ഒറ്റക്കെട്ട്. എന്നിട്ട് രണ്ടും കൂടെ എന്നെ തട്ടിക്കളിക്കുന്നു. ഒരാൾക്ക് ചായ, ഒരാൾക്ക് പാല്, വേറൊരാൾക്ക് കോഫി. ഞാനിവിടെ എന്തോ ചായക്കട നടത്തുന്നു. ഞാനെടുത്ത് വിഴുങ്ങി. ഒന്ന് പോടാ ചെറുക്ക. ഹോ, എൻ്റെ പൊന്നു മോനല്ലേ, അവിടെ പോയിരിക്കും. പപ്പതേ ഇപ്പം മിൽക്ക് കൊണ്ടുവരാം. നീ എന്തിനാ വെറുതെ അച്ഛമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പം അമ്മ പറയുന്നത് ശരിയാണല്ലേ? നിന്റെ മമ്മ എന്തോ പറഞ്ഞത്? അതോ, പപ്പയ്ക്ക് അച്ഛനെ പേടിയാണെന്ന്. അയ്യേ, സെയിം പപ്പ. എൻ്റെ വിത്തായിപ്പോയി. മക്കള് ചെല്ലേ, പപ്പ ഇപ്പം വരാം. ഇങ്ങനെ പോയാൽ വൈകാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്ത് പറ്റി? എൻ്റെ ഹസ്ബൻഡ് വലിയ ചൂടിലാണെന്ന് തോന്നല്ലോ. ഓ, ആണെങ്കിൽ എന്തേ, സോപ്പിടാൻ വന്നതാണോ? ആണെങ്കിലേ തൽക്കാലം ഈ സോപ്പ് ഇവിടെ പതയാൻ പോകുന്നില്ല. മോള് ചെല്ലാൻ നോക്ക്. അയ്യേ, എന്തോ നാടാ കൊച്ചു കുട്ടികളെ പോലെ. 2 പിള്ളേരുടെ തന്തയാ ഈ നിന്ന് വാശി കാണിക്കുന്നത്. ഓ, പിന്നെ 2 പിള്ളേരുടെ തള്ളയായ നിനക്കിതൊക്കെ ആവാങ്കിലേ എനിക്കും ആവാം.
നീ കേട്ടില്ലേ പ്രിൻസസ്, നിന്റെ പപ്പ എന്നെ കുറ്റം പറയുന്നത്? ഹാ, നീ വെളിയിൽ വന്നിട്ട് വേണം നിന്റെ പപ്പയെ നമുക്ക് ഇടിച്ച് ശരിയാക്കാൻ. ആ, ഇനി എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അതും കൂടെ പറഞ്ഞു കൊടുത്ത് അതിനെ ചീത്തയാക്ക്. ഒന്നിനെയോ നീ നിന്റെ വശത്താക്കി, പക്ഷേ അതുപോലെ എൻ്റെ പ്രിൻസസിനെ തരൂല മോളെ. അവളെ ഈ പപ്പയുടെ മോളാ. ഓ അങ്ങനെ. അല്ല, അപ്പോ ഞാൻ ആരുടേതാ? നീയോ? നീ ആരുടേതാണെന്ന് അറിയണോ? അറിയണമെന്ന് പറഞ്ഞ പറഞ്ഞാലേ നീ താങ്ങില്ല മോളെ. നേരത്തെ ഒന്ന് അറിയിച്ചതിൻ്റെയാ ദേ ഈ വയറ്റിൽ കിടക്കുന്നത്. അതൊന്ന് പുറത്ത് വന്നോട്ടെ, എന്നിട്ട് വിശദമായിട്ട് ഞാൻ അറിയിച്ചു തരാം. എന്താ പപ്പയെ അറിയിച്ചു കൊടുക്കുന്നേ? ഓ, ഈ കുട്ടിച്ചാത്തൻ ഇവിടെ ഉണ്ടായിരുന്നു. ദേ നിന്റെ മിൽക്കുന്ന മക്കള് പോയി കാർട്ടൂൺ കാണാൻ നോക്ക്. അല്ലേലും ഞാൻ പോവാ. ഞാനേ എൻ്റെ മമ്മയെ വിളിക്കാൻ വന്നതാ. വാ മമ്മ, നമുക്ക് പോയി ഡോറാബുച്ചി കാണാം. ആ ചെല്ല് പെട്ടെന്നാവട്ടെ. ഒന്ന് മിണ്ടാതിരിക്കും സച്ചി. വിച്ചേട്ടാ, മോൻ പോയി കണ്ടോ? മമ്മ ദേ ഇപ്പം വരാം. ആ ഓക്കെ മമ്മ. ആ, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതവന് കേൾക്കാൻ വയ്യ. അവൻ്റെ മമ്മ പറഞ്ഞപ്പോൾ ഏക്കും മമ്മ. ഷേടാ, നിന്റെ കുശുമ്പ് ഇതരം മാറിയില്ലേ ചെക്ക? ഇതങ്ങനെ മാറില്ല. ഞാനൊന്ന് മാറ്റിയാലോ? ആ, നടന്നു തന്നെ. സച്ചി. ദേവു വേണ്ട. സച്ചി. ശേ, കളിക്കാതെ പോടി. സച്ചിക്കുട്ട. ദേവു, നീ പോവാൻ നോക്കിക്കേ. നീ അല്ലട പൊട്ട എൻ്റെ നമ്പർ 1. അത് കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് വിച്ചൂട്ടം പോലും. അതെനിക്കറിയാത്ത കാര്യമല്ലല്ലോ. ഓഹോ, പിന്നെ എന്തിനാണാവോ ഈ കുശുമ്പ്? അതോ, അതിലൊരു കിക്കുണ്ട് മോളെ. ഓ അങ്ങനെ. അല്ല, ആൻറ്റി അങ്കിൾ എപ്പോൾ വരും? ആ, അവരോ ലഞ്ച് ടൈം ആകുമെന്നാ പറഞ്ഞത്. ഓ, അപ്പോ സമയമുണ്ട്. എന്തിന്? ദേ ഇതിന്. അച്ഛമ്മേ, ഇങ്ങ് വന്നേ. ദേ ഈ പപ്പ ഉണ്ടല്ലോ, ഈ പപ്പ എന്റെ മമ്മിയെ കടിക്കുന്നു. ഓ, ഈ ചെറുക്കൻ ഒന്നിനും സമ്മതിക്കത്തില്ല. നീ മറന്നോ പോയൊരു നാൾ, ഈരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു. ഏറിയ നാള് പോയതല്ലേ, നീ ചിരിക്കും ചുണ്ടിലാകെ ചേലുകൾ പൂത്ത നാളു വന്നു. തെൻപുരലും മുള്ളുപോലെ നാം അറിഞ്ഞാദ്യ വെമ്പലോടെ അന്നു നീ കടിച്ചു പാതി തന്നു. പൊന്നുകിനാവിൻ കണ്ണിമാങ്ങ ഓർത്തിരുന്നു കാത്തിരുന്നു. ജീവിതമാകെ നേരിടുമ്പോൾ നീ പച്ചത്തുരുത്തായി സ്വപ്നത്തുരുമ്പായി കൽവിയിലിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്ത തേൻപഴമേ, തളിർ ചുണ്ടിൽ പൊത്തി